നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചുമ്മാ കൊണ്ടുപോന്നേ. ഗിരിജേ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയോ? അണ്ണാൻ എത്ര മൂത്താലും മരം കയറ്റം മറക്കില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ. കള്ളി എന്നായാലും കള്ളി തന്നെ എന്നൊരു ചൊല്ലുണ്ട്. കക്കാൻ പഠിച്ചാലേ നിക്കാനും പഠിക്കണം. ഞാൻ അതുകൊണ്ട് ഉറക്കമൊളിച്ച് നിങ്ങളെ കാത്തിരിക്കായിരുന്നു. എന്തായാലും ഇന്ന് രാത്രി അമ്മയെ സന്ദർശിക്കാൻ ഗിരിജ മേഡം വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഏതായാലും മെനക്കെട്ട് വന്നല്ലേ. ആ, എടുത്തതെല്ലാം ഗിരിജ മേഡം കൊണ്ടുപോക്കോട്ടെ അല്ലേ അമ്മേ? പാവല്ലേ, പട്ടിണി കൊണ്ട് ചെയ്തു പോയതല്ലേ. വേണ്ട, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എടുത്തതൊന്നും തിരിച്ചു വെക്കണ്ട, കൊണ്ടുപോയിക്കോ. അല്ലെങ്കിൽ ഞാനെന്തിനാ പേടിക്കുന്നേ? ഇതെന്റെ ഭർത്താവ് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ. എന്റെ കാശ് ഞാൻ എടുക്കുന്നതിന് എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ലാന്നേ. അതുകൊണ്ടല്ലേ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞേ. എടുത്തോ. ആ, അങ്ങനെയല്ല. തൊണ്ടിയോടെ കൊള്ള മുതൽ പിടിച്ചാലേ കള്ളന്റെ തന്നെ തലയിൽ ചുമന്നുകൊണ്ട് പോണോന്നാ പോലീസിന്റെ നടപടിക്രമം. അതിന് നീ പോലീസ് ആയില്ലല്ലോ. ആവുമല്ലോ. IPS ട്രെയിനിങ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു പോലീസുകാരന്റെ മകളല്ലേ ഞാൻ. നിങ്ങളെ അടിച്ചു തെളിക്കാൻ അറിയാഞ്ഞിട്ടല്ല. മര്യാദയ്ക്ക് തലയിൽ ചുമക്കുന്നുണ്ടോ അതോ നടയടി കിട്ടണോ? എടുത്ത് തലയിൽ വെക്ക്. ഞാൻ സഹായിക്കാം. അമ്മേ, ഗിരിജ മേഡത്തിനെ പോലീസുകാര് കൊണ്ടുപോകുന്നത് അമ്മയ്ക്ക് കാണണ്ടേ? അവരിപ്പോ ഇങ്ങ് എത്തും. അമ്മ എഴുന്നേറ്റ് വാ. എന്നെ പടിയിറക്കുന്ന കാഴ്ച കാണാൻ കാത്തിരുന്ന ആളല്ലേ. നടക്ക്. പവിത്ര, രൂപേഷേ, യതി, രഞ്ജിനി, എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ. നശിപ്പിച്ചു, ഇവളെല്ലാം കൊളവാക്കി. തൊണ്ടിയോടെയാണ് ഗിരിജയെ പിടികൂടിയിരിക്കുന്നത്. ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. നീ കണ്ടല്ലോ. എവിടെ എല്ലാരും? എവിടെ? അഞ്ജനെ, നീ പോയി ഗീതമേയും വീണയൊക്കെ വിളിച്ചോണ്ട് വാ. രൂപേഷ് എവിടെ? അമ്മ, ഞാനിവിടെ ഉണ്ട്. ആ, എല്ലാരും കണ്ടല്ലോ. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ എന്റെ മുറിയിൽ കയറി കള്ള താക്കോലിട്ട് ലോക്കർ തുറന്ന് എല്ലാ നോട്ടുകെട്ടുകളും ഓർണമെന്റ്സും
എല്ലാം വാരി ചാക്കിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചതാ ഗിരിജ. തൊണ്ടി മുതലോടെയാ പിടികൂടിയിരിക്കുന്നത്. നിഖിൽ എവിടെടാ? മുറിയിൽ കാണുന്നില്ല. നീ ഇങ്ങ് വാ. തൊണ്ടിയുമായിട്ട് നിൽക്കുന്ന ഗിരിജയുടെ ഫോട്ടോ എടുക്ക. ദർശന, ഇതെടുത്ത് ഇവളുടെ തലയിൽ വെക്ക. അങ്ങോട്ട് നിക്കടാ. നേരെ പിടിക്കേ. കൈ എടുക്കാൻ. ദർശനം നേരെ പിടിച്ച് നിർത്തിയേ. കൈ മാറ്റാൻ. രൂപേഷേട്ടൻ എടുക്ക. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലേ ചേച്ചി, ഒന്നും പറയാനില്ല. ഞാനറിയാതെയാ ഇവള് ചേച്ചിയുടെ മുറിയിലേക്ക് വന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ കുറച്ചു മുമ്പാ നിന്നോടും ഗിരിജയോടും എന്താ ഇനി വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണോന്ന് പറഞ്ഞിട്ട് പോയത്. നിങ്ങളുടെ തീരുമാനം ഇതായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അതോ എന്നെ കൊല്ലാൻ കൂടിയാണോ ഗിരിജ മുറിയിലേക്ക് വന്നത്? അതും അറിയില്ല. ഇതിനു മുൻപ് പലതവണ ഗിരിജ എന്റെ ലോക്കറിൽ നിന്ന് പണം എടുത്തിട്ടുണ്ട്. അവളുടെ മോളെ ഇന്റർനാഷണൽ ടൂറിന് പറഞ്ഞയക്കാൻ പോലും ലക്ഷങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. നിനക്കതൊക്കെ ഓർമ്മ കാണുമല്ലോ. ഇതുവരെ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഇനി ഒരിക്കലും അവൾ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നീ എനിക്ക് ഉറപ്പു തരും. 20 ലക്ഷം ഒരുമിച്ചെടുത്തിട്ട് അത് ദർശനയുടെ പേരിലാക്കി അവളെ കള്ളിയാക്കാൻ ദർശനയുടെ അമ്മായിയുമായി ചേർന്ന് കളിച്ച നാടകവും ഇവിടെ എല്ലാവർക്കും അറിയാം. പോലീസ് അറസ്റ്റ് ചെയ്ത് ഗിരിജയെ ജയിലിലാക്കിയപ്പോ ഞാൻ പറഞ്ഞതാ, ഇനി ഒരിക്കലും ഈ മരുവത്തൂരിലേക്ക് ഗിരിജയെ കൊണ്ടുവരരുതെന്ന്. നീ കത്തിയുമായി കുടിച്ചിട്ട് വന്ന് ഗിരിജയെ ജയിലിൽ നിറക്കണമെന്ന് പറഞ്ഞ് നിരാഹാരം വരെ കിടന്നു. അന്ന് അവസാനം ഞാൻ സമ്മതിച്ചു. എന്നിട്ടും ഗിരിജ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല.